മണി മണിയേ നീ വാ. നീ എന്തെടുക്ക? എടി പിള്ളേരെവിടെ? അവിടെ ഓരോരുത്തരായിട്ട് കണി ഒരുക്കുന്ന തിരക്കില്. വിളിക്ക് മക്കളെ പച്ചക്കറി. സാധനങ്ങളൊക്കെ എടാ ഞാൻ ഒന്ന് വീട് വരെ പോയിരുന്നു. വീട്ടിൽ പോയി അച്ഛമ്മയെ കാണാൻ പോയാ? എന്തോ ഒരു വാക്ക് പോലും പറയാത്ത ഞങ്ങളെടുത്ത്. എന്റെ മോളെ പ്ലാൻ ചെയ്ത് പോയൊന്നുമല്ല. അമ്മ പറഞ്ഞു നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പം എന്താ അമ്മ കുറെ പച്ചക്കറിയൊക്കെ തന്നിട്ട് വിഷുവിന് കണി വെക്കാനും കറി വെക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ കുറച്ച് വാങ്ങിച്ചതൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ പാറയുടെ സൈഡിൽ അമ്മ അപ്പൊ വാ ഇവിടെ ഇരി. കണ്ണി വാങ്ങിക്കതായി ഇത് പച്ചക്കറി സ്വർണവും പണ്ടമൊക്കെ. പച്ചക്കറി മാമ പച്ചക്കറി സ്വർണ്ണം വേണമെന്നോ? എനിക്കറിയാം. ചോദിച്ചെന്തിന്? അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞോളെങ്കിൽ ചോദിക്കാം. അറിഞ്ഞോളൂ ചോദിക്കണം എന്തിന്? എന്തൊരു ആവശ്യത്തിന് ഇത് ആവശ്യമില്ലാതെ മാമ കുറച്ച് പച്ചക്കറി ഞാൻ കൊണ്ടുവന്നത്. കണി വയ്ക്കാനൊക്കെ ആയിട്ട് കൊടുത്തു വിട്ടത്. കണി കഴിക്കാനാ? അല്ല ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഇനി മലക്കറി കട വല്ലതും തുടങ്ങാൻ പോണെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിക്കുള്ളൂ. എനിക്ക് കണി വെക്കാതെ മലക്കറി കട തുടങ്ങാനല്ലത്. എനിക്ക് ബാങ്കിൽ ജോലിയുണ്ട്. ഇത് നമ്മള് അത് തന്നെ അത് ചിന്നു പറിച്ച് വിട്ടത്. ഉണ്ണി ഉണ്ണി നീതിക്കുന്നില്ല. മാമ അത് തന്നെ ചിന്നു പറിച്ച് തന്നത്. അത് കണ്ടറിയാം അതല്ലേ. അതൊക്കെ നോക്കി വെച്ചേക്കണല്ലേ. 4 പേരെ കൂട്ടത്തിൽ കണ്ട നമ്മൾ അറിഞ്ഞൂടെ. പക്ഷെ കപ്പയ്ക്കൊക്കെ അറിയാം. കണി വെക്കാനൊക്കെ ആട്ടെ. അതെ നമുക്ക് ഇതെല്ലാം കൂടി കണി വെക്കണോ? കൊറേ ആവൂലേ? ഉരുളിക്കകത്ത് കൊള്ളുവോ? കുറച്ച് മതി അമ്മ, ബാക്കി കറി വെക്കാനായിട്ട്. കുറച്ച് സാധനങ്ങൾ ആവശ്യമില്ലാത്തത് കൊടുത്ത് ഒരു പഴയ കുക്കറും കൂടെ കൊടുത്ത് ട്യൂബും കൂടെ കൊടുത്താൽ മതി. വേറെ ആൾക്കാർക്ക് ഉപയോഗപ്പെടും. അതെന്താന്ന് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്. മനസ്സിലായി. കണി വെക്കാനുള്ള സാധനങ്ങളെ നമുക്ക് മാറ്റി വെക്കാം. അടുക്കളയില് കറി വെക്കാനുള്ള കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. അമ്മ ഹെൽപ്പ് ചെയ്യും. ക്യാരറ്റും ഒക്കെ എടുത്തിട്ട്. ക്യാരറ്റ് ഒന്നും വേണ്ട കണി വെച്ചില്ല. അത് ഇംഗ്ലീഷുകാരന്മാരെ ടൈപ്പായി പോയി. അച്ഛൻ ചുമ്മാ അങ്ങനെയൊന്നുമില്ല. പിന്നെ മോഡലാണത് ക്യാരറ്റ്. ഇംഗ്ലീഷ് മോഡലോ? പിന്നെ കണി വെച്ചാൽ വേറെ വേറെ വേണ്ട. അത് വെള്ളരി ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് കണി വെക്കാൻ. ക്യാരറ്റ് ഒന്നും ആരും കണിയൊന്നും വയ്ക്കൂല. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഇക്കൊല്ലം വിഷുവിന് വിഷമില്ലാത്ത പച്ചക്കറി കണി വെക്കാം. എല്ലാത്തിനും കൂടെ ഉണ്ടല്ലോ. അപ്പൊ മക്കളെ ഹെൽപ്പ് ചെയ്യും. അടുക്കളയിൽ കൊണ്ടുപോയി ഫ്രിഡ്ജ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി. ഇതൊന്നും കണി വെക്കണ്ട. ഇത് വെക്കാം. ഇത് വെക്കാം. നിനക്ക് ഈ വിഷു എന്തോന്ന് അറിയാമോ? അതായത് വിഷു എന്ന് പറഞ്ഞാൽ സിംപ്ലൈസ് റെപ്രസെന്റേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഹാർവെസ്റ്റിംഗ് ആണ്. മനസ്സിലായി? നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. ഇത് കൂടെ എടുത്ത് വെച്ചോളൂ. ക്യാരറ്റ് പ്രത്യേകിച്ച് വെച്ചോളൂ. അത് എന്തായാലും വെക്കണം. ഫ്രണ്ട് വെക്കണം. ഞാൻ ആലോചിക്കാൻ വെക്കണം വേണ്ടത്. ആൾക്കാർ പറയുമ്പോ കേക്കണേ. അങ്ങനെ പറഞ്ഞോളൂ. എനിക്ക് വേണ്ട. നിങ്ങൾ പോയി ഒരു മാങ്ങ കൊണ്ടുപോയി മാങ്ങ വെക്കണം. അല്ല ഇത് പോരാ. ഇത് ഒരുമാതിരി ചെയ്തിരിക്കുന്നത്. എന്തൊരു നെറ്റൊക്കെ കുടിച്ചളഞ്ഞ മരോടെ കൊണ്ടുവരണ്ട. നിങ്ങൾ എന്തിനാ മാമ്പറ ഇതിന് ജരിയൊക്കെ വേണം. നെറ്റ് കുടിക്കാതെ കൊണ്ടുവരണം. പിന്നെ അത് സംഘടിപ്പിക്കാം. മാവിലുണ്ടല്ലോ ഇഷ്ടം പോലെ കിടക്കുന്നത്. ദാരിദ്ര്യം കണക്കുണ്ടല്ലോ. ഇതൊക്കെ എല്ലാം കൂടെ എടുത്തോണ്ട് പോകും. കഴുകിക്കൊണ്ട് കണി വെക്കണേ. ഞാനും വരാം. ഓ ഇതിന് മാമ എപ്പോഴും അവന്റെ ഇങ്ങനെ ചാടി കയറും. പറഞ്ഞാ ക്യാരറ്റ് എടുത്ത് എന്റെ കയ്യിൽ തന്നെ. മാമ ഇംഗ്ലീഷുകാരുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവരും ഇപ്പം പച്ചക്കറിയിലുള്ള എല്ലാ ഐറ്റങ്ങളും എല്ലാം വെക്കും കണിക്ക്. ഫ്രൂട്ട്സും പച്ചക്കറിക്കും. അതിപ്പോ നമ്മള് വീട്ടിൽ വളർത്തുന്ന സാധനമാണോ? എല്ലാത്തിനും അവന്റെ കയറിയത്. അത് ഞാൻ പറഞ്ഞെന്ന് പറ്റോ? അവൻ ഇങ്ങനെ കാണിക്കാവോ? ക്യാരറ്റ് എടുത്ത് എന്റെ കയ്യിൽ തന്നെ. മാമന്റെ അല്ലേ മോൻ. അവൻ അതല്ലേ പറയുള്ളൂ. ഇവ ശരിയാവൂല അവൻ. ഇവ അങ്ങേയും കറങ്ങി നടന്ന് എപ്പോൾ നോക്കിയാലും എന്നെ കുറ്റം പറയാനേ അവനക്ക്. അയ്യോ മാമ അങ്ങനെയല്ല. അവൻ സ്നേഹമുള്ളവനാണ്. മാമ ഇല്ലാത്തപ്പോ മാമന്റെ കാര്യങ്ങളാണ് പറഞ്ഞ് വിഷമിച്ചാൽ ഇരിക്കുന്നത്. അറിയോ? ഒരിക്കലും മാമന് എന്തോ പനിയോ എന്തോ വന്നില്ലേ? അവൻ ഇവിടെ നിന്ന് സങ്കടപ്പെട്ടു. എന്തൊക്കെ ഇവിടെ ഞാൻ 2 ദിവസം ഇല്ലടാ. ഇല്ലല്ല അച്ഛന് സുഖമില്ല പോവാണെന്ന് ഞാൻ ഓർഡർ പോയിക്കളഞ്ഞു. ഇതും പറയും അപ്പുറവും പറയും. എന്നെ കാണുമ്പോ കടിച്ച് തിന്നാലേ ഇവൻ നിൽക്കുന്നത്.